വലതുകാല് വെച്ച് കയറ്. അമ്മേ, മോള് നേരത്തെ എത്തിയോ? ഇതാരാ കൂടെയുള്ള കൊച്ച്? മോളുടെ കൂടെ ജോലി ചെയ്യുന്നതാ? തീരെ വയ്യ മോനെ, അതാ കിടക്കുന്നത്. ഒന്നും തോന്നല്ലേ. മോൻ സുമിനെ കൊണ്ടാക്കാൻ വന്നതാ? അമ്മ ഇതെന്റെ ഭർത്താവാ. ഓ, ഞങ്ങള് കല്യാണം കഴിച്ചു. നീ എന്താടി പറഞ്ഞത്? നീ കൊച്ചിനെ കെട്ടിന്നോ? നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണമെന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അമ്മയ്ക്കല്ലായിരുന്നു സങ്കടം ഞാൻ ഈ വീട്ടിൽ കെട്ടാണ്ടിരുന്ന് പോവെന്ന്? ഇപ്പൊ അമ്മയുടെ വിഷമം മാറിയില്ലേ? എന്ന് കരുതി എട്ടും പൊട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? അവിടെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു. അതിന് അമ്മയല്ലല്ലോ കെട്ടിയത്, ഞാനല്ലേ. ആ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചോളാം. ഇനി അമ്മ എന്നെ ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. അത് എന്റെ വീട്ടിൽ നടക്കൂല. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. ഞാൻ സുമേഷിനെ വിളിക്കാം. നിങ്ങളെ സുമേഷിന്റെ വീട്ടിൽ പോയി നിന്നോ. അതെ സുമിത്രേ, എന്റെ അടുത്ത് ചാടി കയറാൻ വരുന്ന പോലെ ആ സുനിലിനെ മേക്കിട്ട് കയറരുത്. ആള് സൈലന്റ് ആയിരുന്നാലും അനുഗ്രഹം തരൂ. ഇല്ല, പഴയ കരാട്ടയാന്ന് തോന്നുന്നു. ഇത് കുറച്ച് കടന്നു പോയല്ലോ. ചെക്കന് 23 വയസ്സും പെണ്ണിന് 33 വയസ്സും. സുമിനി ഓക്കെ അല്ലേ? അല്ല, ഈ പ്രായത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ കാരണമാണോ എന്നുള്ളൊരു ഡൗട്ട്. അല്ല പെങ്ങളെ, നിനക്ക് 23 വയസ്സുകാരനെ കിട്ടിയോളോ കെട്ടാൻ? ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും പെണ്ണിന്റെ വില കളയാനായിട്ട്. നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണമെന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എട്ടും പൊട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? എന്താ സുനിലേ? ചൂടെടുക്കണ്. ഫാനുണ്ടോ? ഫാനില്ല. എന്താ സുനിലേ? വെള്ളം ദാഹിക്കണ്. ബാക്കി എനിക്ക് വേണ്ട. വേണ്ടേ? നിങ്ങളുടെ ഈ ശുശുവിളിയൊന്നും നിർത്തിയാലേ മനുഷ്യന് ഇച്ചിരി കിടന്ന് ഉറങ്ങായിരുന്നു. അവന്റെ ഒരു ശുശു. ഈ തളക ഉറക്കൂല.
ഹലോ സുമി, നീ 2 ദിവസത്തെ ലീവ് അപ്ലൈ ചെയ്തിരുന്നില്ലേ? അത് രാഘവൻ സാർ റിജക്ട് ചെയ്തു. നിന്നോട് ഇന്ന് തന്നെ വരാനാ പറയണേ. ഓക്കെ രവി, ഞാൻ വരാം. സുനിലേ, സുനിലേ, ആ എന്താ സുമി? എപ്പോഴാ ജോലിക്ക് ജോയിൻ ചെയ്യുന്നേ? അത് ലീവ് തീരാറായി. കമ്പനി നേരെ തിരക്കണ്ടേ? നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. മറ്റന്നാൾ പോയി വാങ്ങാൻ പറ്റുമോ? എനിക്ക് ലീവ് കിട്ടുന്നില്ല. ആ ഞാൻ പോവും. കോൾ അളിയ പറയടാ, എന്തായി? എടാ മോനെ, നിനക്ക് ഞാൻ സുഖന്റെ അഡ്രസ് അയച്ചിട്ടുണ്ട്. നീ ആദ്യം തന്നെ അന്വേഷിച്ചാ മതി. ഓക്കട മുത്തേ, ശരി എന്നാ. ഓക്കെ. കണ്ടില്ലേ, കമ്പനിനെ വിളിച്ചേ, ഭയങ്കര തിരക്ക്. മീറ്റിംഗ്, അർജന്റ് മീറ്റിംഗ്. സുമി ആ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? സുമി പൊക്കോളൂ. കുഴപ്പമില്ലല്ലോ, ഞാൻ വന്നിട്ട് പോണോ? വേണ്ട, ഓക്കെ അല്ലേ? ഓക്കെടാ. ചേട്ടാ ഒരു കുലുക്കി. ആ മോനെ, സുഖേട്ടാ, നീയാ? എന്താടാ? എന്തേ? മോനെ സുഖാട്ടാ. നിങ്ങളവിടെ ഇത് അവളുടെ ഒരു ഗിഫ്റ്റടാ. ഏത്? മറ്റേ ചേച്ചിയാ? നിങ്ങൾ നൈസായിട്ട് അവളങ്ങ് സെറ്റ് ആക്കിയില്ലേ? ഒരു റൈഡ് പോവാം. വരുന്നാ? വരട്ടെ. എന്നാ കയറ്. എന്റെ അമ്മ, അവന്റെ ഒരു ഭാഗ്യം നോക്കി. അപ്പൊ പിന്നെ കാണാം. അപ്പൊ സൂക്ഷിച്ചിരുന്നോ? ബൈ. സ്പീഡ് പേടിയില്ലല്ലോ. എനിക്ക് സുഖമായിട്ട് ഇവിടെ പോകാൻ നോക്കിയാടാ. അമ്മോ, ഈ പോക്ക് പോയ ഇയാളാ പണച്ചാക്കിനെ കെട്ടും. എന്തൊരു ചൈതന്യൂടാ. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇനിയിപ്പോ എന്താ നിന്റെ അടുത്ത പരിപാടി? പരിപാടിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് സുഖേട്ടാ. നീ എന്നെ കുറിച്ച് എന്താ കേട്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്റെ അവസ്ഥ ഇതൊക്കെയാ. അല്ല, നാട്ടില് നിങ്ങളെ പറ്റി ഭയങ്കര ടോപ്പായിട്ടാണല്ലോ. മോങ്ങാണ്ടി, എന്റെ ലെവല് നീ കണ്ടല്ലോ. നിന്നോട് ഞാനൊരു സത്യം പറയാലോ. ഞാനന്ന് നാട് വിട്ടാടാ. ഞാൻ പ്രേമിച്ച പെണ്ണില്ലേ, അവള് വേറെ കെട്ടിയതാർന്നടാ. അവളെ കെട്ടിയൊന്ന് തിരിച്ചു വന്ന് ഞങ്ങൾ രണ്ടിനെയും പൊക്കി. അപ്പൊ ഞാൻ സ്ഥലം വിട്ടു. ഈയിടെ സുഖേട്ട താൻ എന്തും. നീ ഇനി ഇത് തൽക്കാലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. നീ ആ പെണ്ണിന്റെ ചെലവിൽ ജീവിക്കാണ്ട് എങ്ങനെയെങ്കിലും ബാക്കി പേപ്പർ എഴുതിയെടുത്ത് ഒരു ജോലി ഒപ്പിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ജീവിതം എന്നെ പോലെ കുലുക്കിയടിച്ച് തീർക്കേണ്ടി വരൂട്ടാ. പഠിപ്പ് വേണം ബാവേ, അല്ലെങ്കിൽ ജീവിതം ഏണേ കോണേ ത്രികോണേന്നായി. എടാ സുഖോ, വന്ന് കുലുക്കടാ. കണ്ടില്ലേ, ഇതാണ് എൻ്റെ അവസ്ഥ. അപ്പോ കേട്ടാ.